കൂട്ടുകാരെ, ഇനി കൊഞ്ച് ഫ്രൈ ചെയ്യണം. കൊഞ്ച് ഫ്രൈ വിത്ത് പൊള്ളിക്കൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ചാപ്സ്, നമുക്ക് കൊഞ്ചുകൊണ്ട് ഒത്തിരി വെറൈറ്റി ഉണ്ടാക്കാം. കൊഞ്ച് ചാപ്സ് ഉണ്ടാക്കാം, കൊഞ്ച് ചാറുകറി ഉണ്ടാക്കാം, കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കാം, കൊഞ്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാം, അങ്ങനെ പല ഐറ്റം ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഓരോ വിഭവം കാണിച്ചു തരാം. ഇത് കൊഞ്ച് പൊള്ളിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കരിമീനൊക്കെ പൊള്ളിക്കണില്ല അതുപോലെ. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കട്ടോ. വേപ്പില വേണം, പിന്നെ സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി കൊത്തി അരിഞ്ഞത്, പച്ചമുളക്, പിന്നെ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. കുരുമുളക് മസ്റ്റാട്ടോ ഇതിന് അത്യാവശ്യം. പിന്നെ പിഞ്ച് ചില്ലി പൗഡർ. ഇതെല്ലാം ഇട്ട് നമ്മൾ കൊഞ്ച് ഇതുപോലെ പുരട്ടി വെക്കണം. കൊഞ്ച് പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിലേക്ക് എല്ലാം പിടിച്ചു വരും. അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നമ്മൾ ഇടുന്നത് സവാള ഇടണം. സവാള ഇടണം. സവാള ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. നമ്മൾ വാഴയിലയിൽ കൊഞ്ചും പൊള്ളിക്കുക. എല്ലാവരും വിചാരിച്ചിരിക്കണം നമ്മൾ ഈ കരിമീനും നെയ്മീനും ഒക്കെയാണ് പൊള്ളിക്കുക. അയില പൊള്ളിക്കുക, കരിമീൻ പൊള്ളിക്കുക, നെയ്മീൻ പൊള്ളിക്കുക, ആഗോലി പൊള്ളിക്കുക. വൈറ്റ് ആഗോലിയാണ് ഇപ്പോൾ നല്ലത്. ആഗോലി പൊള്ളിക്കുക. അങ്ങനെ പൊള്ളിക്കാവുന്ന ഒത്തിരി ഫിഷുകളുണ്ട്. പക്ഷേ കൊഞ്ച് ഭയങ്കര ടേസ്റ്റാട്ടോ. കൊഞ്ച് പൊള്ളിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഓരോ ഐറ്റം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി പച്ചമുളക് ഇടുക. ഇഞ്ചിയും വെളുത്തുള്ളി ഇടണം. പൊടിയേറ്റമൊക്കെ നമ്മൾ തിരുമ്മി ഒന്ന് ആവി കയറ്റിയ കൊഞ്ചാട്ടാം. അപ്പോൾ നമ്മൾ അധികം വേവില്ല. ആവി കയറ്റി കഴിയുമ്പോൾ തന്നെ അതിനകത്ത് ഒന്ന് തിളച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്ക് അല്ലാതെ മസാല എല്ലാം ഒന്ന് പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വരട്ടിയെടുക്കണം. ഇതെന്തിനാണോ നമ്മൾ ഇതിൻ്റെ മസാല പൊള്ളിക്കണതിൻ്റെ ഹൈലൈറ്റ് ഇതാണ്, മസാലയാണ്. മസാല നമ്മൾ അതിനകത്ത് വാഴയിലയിൽ ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് നമ്മൾ വാഴയില പൊടിയാനുള്ള കൊഞ്ച് അതിനകത്ത് വെച്ചിട്ട് പൊടിയാനുള്ളത്. വഴറ്റി വരുമ്പോഴത്തേക്ക് കൊഞ്ചും കൂടെ അതിൽ കിടന്ന് ഇതാകട്ടെ. അപ്പം നമ്മൾ വെന്ത് വരും. എന്നുവെച്ചാൽ ഹാഫ് കുക്കാണ് കൊഞ്ച്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഇത് വേവാനായിട്ട് നമ്മൾ ഈ പൊരിച്ചയിലേക്ക് കൊഞ്ചും കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. ചെയ്തപ്പോൾ സവാള വാടി വരുന്നതിൻ്റെ ഒപ്പം തന്നെ കൊഞ്ച് ഫ്രൈ ആയി വരും കേട്ടോ. ഇത്രയുള്ള പണി. ഇനി നമ്മൾ വേപ്പില ഇടണം. മണം വരുന്നുണ്ട് നല്ല. വേപ്പില ഇടണം കേട്ടോ. പരിപാടി ഒരുമാതിരി വെന്ത് വരുന്നുണ്ട്. വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വാഴയിലയിൽ വെച്ചിട്ട് നമ്മൾ പൊതിഞ്ഞ്, വാഴയിലൊക്കെ ഞാൻ പ്രിപ്പയർഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് വാഴയിലേക്ക് നമ്മൾ എടുക്കണം. അപ്പം നമ്മൾ ഈ മുഴച്ച് വെച്ചേക്കണം വാഴയിലേക്ക് ഇട്ട് പൊതിഞ്ഞ് നമ്മൾ ഓരോരുത്തർക്ക് ഒക്കെ കിഴിയാക്കി എടുക്കണം. കിഴി സാധാരണ നമ്മൾ അയിലയും
കരിമീനും ഈ മീനൊക്കെ ഇങ്ങനെ നിവർത്തിയല്ലേ, ഇതാകുമ്പോൾ നമ്മൾ കിഴിയാക്കി എടുക്കണം. ഇത് കിഴിയില്ല, എന്നിട്ട് കിഴി തുറന്നാണ് നമ്മൾ തിന്നുന്നത് കൊഞ്ച് കേട്ടോ. കിഴിയാക്കിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ കിഴി കിട്ടൂലേ, ആ ഒരു ടൈപ്പാണ് ചെയ്യേണ്ടത്. കൊഞ്ചെന്ന് പറയുമ്പോൾ അങ്ങനെ കൊഞ്ച് പൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ കിഴി കെട്ടി വെക്കണം, മറ്റേ നിവർത്തി പൊടിയരുത് കേട്ടോ. ഞാൻ കാണിച്ചു തരാമായിരുന്നു. അങ്ങനെ വാഴയിലയിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കിഴിയാക്കി പൊട്ടണം കേട്ടോ. ഇങ്ങനെ കിഴിയാക്കിയിട്ട് കെട്ടിയിട്ട് നമ്മൾ ഇതാണ് കൊഞ്ച് നമ്മൾ പൊള്ളിച്ചെടുക്കണം ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത്രയുള്ള പരിപാടി കേട്ടോ. കിഴി ഒന്ന് കെട്ടിയാൽ മതിയേ. കെട്ടി ഞാൻ കാണിച്ചു.